ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1955 പുറത്തിറങ്ങിയ മിറാക്കിൾ ഓഫ് മാർസിലോനോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത്. ബാലതാരം പാബ്ലിറ്റോ കാൽവോയാണ് മാർസിലോനയെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുരിശുരൂപത്തെ അത്യധികം സ്നേഹിച്ച ഒരു കുഞ്ഞിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു സ്പാനിഷ് സിനിമയാണ്. സിനിമ തുടങ്ങുന്നത് ഒരു മിഷണറി ആശ്രമത്തെ കാണിച്ചുകൊണ്ടാണ്. മിഷണറി അച്ഛന്മാരുടെ ആശ്രമത്തിൻ്റെ പടിവാതിലിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ കരച്ചിലോടെയാണ് സിനിമ തുടങ്ങുന്നത്. വിശന്ന് കരയുന്ന കുഞ്ഞിന് എന്തു കൊടുക്കും എന്ന് അവർ ചിന്തിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാൽ അരയിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ചരടിൽ മുക്കി കുഞ്ഞിന് കൊടുക്കുകയാണ്. അതോടെ കുഞ്ഞ് കരച്ചിൽ നിർത്തി സന്തോഷത്തോടെ ആ പാൽ കുടിക്കാൻ തുടങ്ങി. വൈദികർ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. പിറ്റേ ദിവസം സുപ്പീരിയർ അച്ഛൻ എല്ലാ അച്ഛന്മാരെയും വിളിച്ചുകൂട്ടി കുഞ്ഞിനെ ആശ്രമത്തിൽ വളർത്താൻ സാധിക്കില്ല, അവനെ വളർത്താൻ അനുയോജ്യരായ ഒരു മാതാപിതാക്കളെ കണ്ടെത്തണം എന്ന് പറയുകയാണ്. അവർക്ക് അത് കേട്ട് വളരെ വിഷമമായി. ആ നാട്ടിലെ ധനികനായ ഒരു മനുഷ്യൻ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് സുപ്പീരിയർ അച്ഛൻ്റെ അടുത്ത് വരും. പക്ഷേ ആ മനുഷ്യൻ അത്ര നല്ല ആളല്ലാത്തതിനാൽ സുപ്പീരിയർ അച്ഛൻ മാർസിലോനോയെ കൊടുക്കാൻ സമ്മതിക്കില്ല. അയാൾ അതോടെ ദേഷ്യപ്പെട്ട് ആശ്രമത്തിൽ നിന്നും പോകും. അങ്ങനെ ആ കുഞ്ഞ് ആശ്രമത്തിൽ വളരുകയാണ്. ഇവൻ ഒരു കുസൃതി കുട്ടിയാണ്. എല്ലാവരുടെയും അടുത്ത് കുസൃതികൾ കാണിച്ച് നടക്കും. എന്നിരുന്നാലും ആശ്രമത്തിലുള്ള എല്ലാ വൈദികർക്കും ഈ കുഞ്ഞിനെ അത്യധികം ഇഷ്ടമാണ്. പിറ്റേ ദിവസം മാർസിലോനോ സുപ്പീരിയർ അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, എല്ലാവർക്കും അമ്മയുണ്ടല്ലോ, എനിക്ക് എന്താ അമ്മയില്ലാത്ത എന്ന്. അച്ഛൻ അത് കേട്ട് വളരെ വിഷമത്തോടെ നിനക്കും അമ്മയുണ്ട്, സ്വർഗത്തിൽ ആണ് എന്ന് പറയും. മാർസിലോനോ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കണ്ട് എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നത് കാണാം. പെട്ടെന്ന് മാർസിലോനോ മാതാവിൻ്റെ രൂപം കാണുകയാണ്. ഓടിച്ചെന്ന് മുട്ടുകുത്തി എന്നിട്ട് ചോദിക്കും, എൻ്റെ അമ്മ സ്വർഗത്തിൽ നിൻ്റെ കൂടെ ഉണ്ടോ എന്ന്. അമ്മയോട് പറയണം ഞാനിവിടെ കാത്തിരിക്കുകയാണ് എന്ന്, വേഗം എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം എന്ന് പറയും. മാർസിലോനോ ആശ്രമത്തിന് പുറത്താണ് കളിക്കാനായി പോകുന്നത്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കളിക്കാനായി കൂട്ടുകാർ ആരും ഇല്ലാത്തതിനാൽ അവൻ ഒറ്റയ്ക്ക് ഓരോ കളികളായി ഇങ്ങനെ നടക്കും. ഒരു ദിവസം മാർസിലോനോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർസിലോനോയെ ഒരു തേൾ കടിക്കുകയാണ്. കരയുന്ന ഒച്ച കേട്ട് അച്ഛന്മാരൊക്കെ ഓടി വരും. എല്ലാവരും പേടിച്ചു പോകും. അച്ഛൻ അവനെയും എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് ഓടിപ്പോകും. മാർസിലോനോ പനിയൊക്കെ പിടിച്ച് വളരെ അപകടമായ രീതിയിൽ കിടക്കുകയാണ്. അച്ഛന്മാർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പിറ്റേ ദിവസം കാണിക്കുന്നത് മാർസിലോനോ കണ്ണു തുറന്നു വരുന്നതാണ്. രാത്രി മാർസിലോനോ ഒരു സ്വപ്നവും കാണുന്നുണ്ട്. അപ്പോൾ ഒച്ച കേട്ട് അച്ഛന്മാരൊക്കെ ഓടി വരും. മാർസിലോനോയ്ക്ക് ഉണ്ടായ അസുഖം മാറിയതിൽ അവരൊക്കെ സന്തോഷിക്കും. ഒരു ദിവസം ആശ്രമത്തിലെ പ്രായമായ ഒരു വൈദികൻ അസുഖമൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ മാർസിലോനോ വന്ന് ചോദിക്കും, എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? അപ്പോൾ ആ ബ്രദർ പറയും, എനിക്ക് പ്രായമായി, മരിക്കാറായി എന്നൊക്കെ. അപ്പോൾ മാർസിലോനോ ചോദിക്കും, എന്താണ് ഈ മരണം എന്ന്. ബ്രദർ പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് ഈ ശരീരം പൊട്ടിച്ച് പുറത്തേക്ക് പോകുന്നതാണ് മരണം എന്ന്. അപ്പോൾ മാർസിലോനോ ചോദിക്കും, എന്തിനാണ് ആത്മാവ് അങ്ങനെ പോകുന്നത് എന്ന്. അപ്പോൾ ബ്രദർ പറയും, അങ്ങനെ ശരീരം ഉപേക്ഷിച്ച് പോയാലേ ആത്മാവിന് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റൂ എന്ന്. സ്വർഗത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ സ്ഥലമാണ്, ഒരുപാട് പൂന്തോട്ടം ഒക്കെ ഉണ്ട് എന്ന് അച്ഛൻ പറയും. ഒരു ദിവസം മാർസിലോനോ കളിക്കുന്നതിനിടയിൽ ആശ്രമത്തിൻ്റെ മുകളിൽ തട്ടിൻ്റെ പുറത്ത് പഴയ വസ്തുക്കളൊക്കെ ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് കയറി കളിക്കാനായി പോയി. അവിടെ തുണി കൊണ്ട് മൂടി ഒരു കുരിശുരൂപം വെച്ചിട്ടുണ്ട്. ആ രൂപം കാണുമ്പോൾ പേടിച്ച് താഴേക്ക് ഓടിപ്പോകും. പിറ്റേ ദിവസം രാവിലെ തന്നെ മാർസിലോനോ കുർബാനയ്ക്ക് വെച്ചിരുന്ന
വീഞ്ഞും അവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഒരു അപ്പവും എടുത്ത് ഈ തട്ടിൻ്റെ മുകളിലേക്ക് പോകും. ഇന്നലെ പേടിച്ചു പോയതാണ്. മാർസിലോനോ വിചാരിച്ചിരുന്നത് അത് ജീവനുള്ള ഒരു മനുഷ്യനാണെന്നാണ്. എന്നിട്ട് വീഞ്ഞും അപ്പവും കുരിശുരൂപത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിനക്ക് കഴിക്കാനായി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയും. അച്ഛന്മാർ താഴെ വീഞ്ഞും അപ്പവും കാണാതെ അന്വേഷിച്ച് നടക്കുകയാണ്. അവർക്ക് മനസ്സിലാകും മാർസിലോനോ ആയിരിക്കും എടുത്തത് എന്ന്. പിറ്റേ ദിവസം മാർസിലോനോ വീഞ്ഞും അപ്പവുമായി കുരിശുരൂപത്തിൻ്റെ മുന്നിൽ വരികയാണ്. എന്നിട്ട് ഈശോയോട് ചോദിക്കും, എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടന്നാൽ ക്ഷീണമാവുകയില്ലേ എന്നൊക്കെ. അപ്പോൾ ഈശോ പറയും, ചില സമയം എനിക്ക് ക്ഷീണം തോന്നും. ഈശോ അവനോട് സംസാരിക്കുന്നതായി മാർസിലോനോയ്ക്ക് തോന്നുകയാണ്. മാർസിലോനോ ഈശോയോട് പറയും, കുറച്ചു നേരം നീ ഈ കസേരയിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞ് ഒരു കസേര നീക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് മാർസിലോനോ ഈശോയോട് കുറേ നേരം സംസാരിക്കുകയാണ്. മാർസിലോനോ ഈശോയോട് ചോദിക്കും, നിനക്ക് അമ്മയുണ്ടോ എന്ന്. അപ്പോൾ ഈശോ പറയും, എനിക്ക് അമ്മയുണ്ടെന്ന്. അപ്പോൾ മാർസിലോനോ പറയും, എനിക്ക് അമ്മയുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് അതിൽ വളരെ സങ്കടമുണ്ട് എന്നൊക്കെ പറയും. അത് കേട്ട് ഈശോ സ്നേഹത്തോടെ മാർസിലോനോയുടെ തലയിൽ തലോടും. മാർസിലോനോ പറയും, നിൻ്റെ ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകൾ ആണല്ലോ, മുൾക്കിരീടം ഒക്കെ നിനക്ക് വേദന എടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് മുൾക്കിരീടം എടുത്ത് മാർസിലോനോ മാറ്റിക്കൊടുക്കും. മുൾക്കിരീടം മാറ്റുമ്പോൾ നെറ്റിയിൽ മുറിവിൽ നിന്നും രക്തം വരുന്നത് കാണും. കുറച്ച് കഴിഞ്ഞ് ബ്രദർമാരൊക്കെ കൂടി സുപ്പീരിയർ അച്ഛൻ്റെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്. എല്ലാ ദിവസവും ഉണ്ടാക്കി വയ്ക്കുന്ന അപ്പവും വീഞ്ഞും മാർസിലോനോ എടുത്ത് കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല എന്ന് പറയും. പിറ്റേന്ന് ബ്രദർ ഗില്ല് മാർസിലോനോ അപ്പവും വീഞ്ഞും എടുത്ത് മുകളിലേക്ക് പോകുന്നത് ഒളിഞ്ഞു നിന്ന് കാണും. അന്ന് രാത്രി അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മാർസിലോനോ കഴിക്കാനുള്ള ഒരപ്പം കഴിക്കാതെ പൊതിഞ്ഞു വയ്ക്കുന്നത് ഒരച്ഛൻ കാണും. ബ്രദർ ഒളിച്ച് ഒരു ജനാലയിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ ബ്രദറിൻ്റെ മുഖത്തേക്ക് ഒരു വലിയ പ്രകാശം അടിക്കുകയാണ്. ബ്രദർ പേടിച്ച് പുറകിലേക്ക് തെറിച്ച് വീഴും. അപ്പോൾ എല്ലാവരും ഓടി വരും. എന്നിട്ട് ബ്രദർ ബാക്കി അച്ഛന്മാരോട് പറയും, ഞാൻ ഈശോയെ കണ്ടു, മാർസിലോനോയുടെ മുകളിൽ വെച്ച് സംസാരിക്കുന്നത് കണ്ടു എന്ന് പറയും. ഈശോ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് മാർസിലോനോയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ ഈശോ മാർസിലോനോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാർസിലോനോയോട് ഈശോ ചോദിക്കും, ഞാൻ ആരാണ് എന്ന് നിനക്ക് അറിയാമോ എന്ന്. അപ്പോൾ മാർസിലോനോ പറയും, ഈശോ ആണെന്ന് എനിക്ക് അറിയാമെന്ന്. എന്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഈശോ ചോദിക്കും. അപ്പോൾ മാർസിലോനോ പറയും, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ഇരിക്കണം എന്ന് പറയും. അപ്പോൾ ഈശോ 2 കൈകൾ കൊണ്ട് മാർസിലോനോയെ എടുക്കും. അവർ നോക്കുമ്പോൾ മാർസിലോനോ ഇങ്ങനെ വലിയ പ്രകാശത്തിൽ ഉയർന്നു നിൽക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും മുട്ടുകുത്തി നിൽക്കും. പെട്ടെന്ന് ആ പ്രകാശം എല്ലാവരുടെയും മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. മാർസിലോനോയെ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും നോക്കുമ്പോൾ മാർസിലോനോ ആ കസേരയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ ആശ്രമത്തിലേക്ക് ഒരുപാട് തീർത്ഥാടകർ വരികയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. ബ്രദർ ഗില്ല് ഈ കുട്ടികളോട് മാർസിലോനോയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് കാണാം. എന്നിട്ട് അവരെയും കൂട്ടി ആശ്രമത്തിലേക്ക് കയറി പോകുന്നതും ഇത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട വളരെ ഹൃദയസ്പർശിയായ ഒരു കൊച്ചു ബാലൻ്റെ കഥയാണ് ഈ സിനിമ.